എന്നോട് പണ്ടേ പറയലുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയലുണ്ട്, നിങ്ങൾ ആ ഇസ്ലാമും കൂടെ ആ അള്ളാഹുവും കൂടെ മലയാളത്തിലേക്ക് പറയും. ഇത് ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തർജ്ജമ ചെയ്ത് തരുമ്പോൾ പറയുന്ന എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. അപ്പൊ അള്ളാഹുവും ഇസ്ലാമും അന്നേരം അറബി തന്നെ എടുക്കാണ്. അതും കൂടെ എന്റെ ഭാഷയിലേക്കാവുമ്പോ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വഴി ദീൻ, അങ്ങനെ സമാധാനമാണ്. ദീനിന്റെ വഴി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദൈവമല്ലാതെ ആരാധ്യനില്ല എന്നുള്ള മികച്ച സന്ദേശമാണ്. അതാര് പറഞ്ഞാലും 1.25 ലക്ഷത്തിൽ പകരം പ്രവാചകന്മാരുണ്ടെന്ന് മദ്രസയിൽ പഠിപ്പിച്ചു. 25 നബിമാരെ പേരൊഴിച്ച് ബാക്കിയൊന്നും നമുക്കറിയില്ല. അപ്പം ഈ 1.25 ലക്ഷത്തിൽപ്പെട്ട ആളുകളുടെ സന്ദേശം പിൻപറ്റി ജീവിക്കുന്നവർ ആയിരിക്കാമല്ലോ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ വഴിയിലൂടെ ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരാളോട് 3 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും പിണങ്ങരുത് എന്ന് പഠിപ്പിക്കുന്നു. സ്വന്തം കുടുംബക്കാരനായ അബൂലഹബ് എന്ന് പറയുന്ന അളാപ്പനെ ശപിച്ചുകൊണ്ടൊരു സൂറത്ത് നമ്മളൊരു കാര്യം കേൾക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ കേട്ട് വെച്ചിരിക്കുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ദൈവമായിട്ടുള്ള അപാരമായ ലയനത്തിനിടയിൽ നമ്മൾ ഒരാളെ ശപിച്ചുകൊണ്ടൊരു വചനം പറയുമോ? എന്റെ ഡൗട്ടാണ്. അപ്പൊ ഞാൻ ആ ഡൗട്ട് മുസ്തഫ മൗലവിയുടെ അടുത്ത് ചോദിച്ചു. മൂപ്പർ ഇതിങ്ങനെ തന്നെ അകമ്പൂരുടെ എന്റെ അടുത്ത് തന്നു. അതിനുശേഷം ഈ സൂറത്തിന്റെ പിന്നിലെ ഓരോ വാക്കുകളും എന്താണെന്ന് വിശദീകരിച്ചു തന്നു. എനിക്ക് അൽഹംദുലില്ലാഹ് വളരെ സമാധാനമായി. കാരണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കും ആ പറഞ്ഞിരിക്കുന്ന കഥയും തമ്മിൽ എന്നോട് പണ്ടേ പറയലുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയലുണ്ട്, നിങ്ങൾ ആ ഇസ്ലാമും കൂടെ ആ അള്ളാഹുവും കൂടെ മലയാളത്തിലേക്ക് പറയും. ഇത് ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തർജ്ജമ ചെയ്ത് തരുമ്പോൾ പറയുന്ന എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. അപ്പൊ അള്ളാഹുവും ഇസ്ലാമും അന്നേരം അറബി തന്നെ എടുക്കാണ്. അതും കൂടെ എന്റെ ഭാഷയിലേക്കാവുമ്പോ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വഴി ദീൻ, അങ്ങനെ സമാധാനമാണ്. ദീനിന്റെ വഴി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദൈവമല്ലാതെ ആരാധ്യനില്ല എന്നുള്ള മികച്ച സന്ദേശമാണ്. അതാര് പറഞ്ഞാലും 1.25 ലക്ഷത്തിൽ പകരം പ്രവാചകന്മാരുണ്ടെന്ന് മദ്രസയിൽ പഠിപ്പിച്ചു. 25 നബിമാരെ പേരൊഴിച്ച് ബാക്കിയൊന്നും നമുക്കറിയില്ല. അപ്പം ഈ 1.25 ലക്ഷത്തിൽപ്പെട്ട ആളുകളുടെ സന്ദേശം പിൻപറ്റി ജീവിക്കുന്നവർ ആയിരിക്കാമല്ലോ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ വഴിയിലൂടെ ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്ന മതത്തിന്റെ മൗലികമായ അർത്ഥങ്ങളിൽ നിന്ന് ദീനിന്റെ ആത്മാവിനെ വിഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു പുതിയ ഇസ്ലാമുമായി ആളുകൾ വരുന്നത് നിങ്ങൾ വാട്സാപ്പിൽ കണ്ടിട്ടുണ്ടാകും. മലയാളത്തിലെ ഒരു കവിയുടെ ഒരു വലിയ വൈറലായ പ്രസംഗം എന്തേ പറയുന്നത്? എല്ലാവരുടേതുമാണ് ഇസ്ലാം. ആർക്കാ അതിൽ എതിരഭിപ്രായമുള്ളത്? പ്രപഞ്ചത്തിൻ്റെതാണ് ഇസ്ലാം. അദ്ദേഹത്തെ നമ്മൾ തിരുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളുടേത് മാത്രമല്ല ഇസ്ലാം, എല്ലാ മനുഷ്യരുടേതുമാണ് ഇസ്ലാം എന്നാണ്. അദ്ദേഹം വലിയ ആളാവാൻ നോക്കിയതാണ്. പക്ഷെ അദ്ദേഹം അതിനേക്കാളും ചെറുതായി. നമ്മൾ പറയുന്നത് എന്താ? ഈ പ്രപഞ്ചത്തിന്റെ ദീനാണ് ഇസ്ലാം. ഈ പ്രപഞ്ചത്തിന്റെ മതമാണ്. സൂര്യനൊരു മതമുണ്ട് ഇസ്ലാം, ചന്ദ്രന്റെ മതമാണ് ഇസ്ലാം, ഗാലക്സിന്റെ മതമാണ് ഇസ്ലാം, മിൽക്കി വേന്റെ മതമാണ് ഇസ്ലാം, തരുവിന്റെ താരത്തിന്റെ എല്ലാ കണികയുടെ ഗണത്തിന്റെ വസ്തുവിന്റെ വസ്തുതയുടെ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവനുള്ളത് ജീവനില്ലാത്തത്. പക്ഷേ അവിടെ ഒരു ഫ്രെയിം ഉണ്ട്. എന്താ ഫ്രെയിം? അബൂലഹബിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അബൂലഹബിന്റെ പേരിലായിരുന്നു ആ പ്രഭാഷണം. അബൂലഹബിനെ അള്ളാഹു ശപിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാട്ടിൽ പാടിക്കോ, പക്ഷെ അത് പ്രമാണമാക്കാൻ പാടില്ല. കാരണം അത് വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാത്രമല്ല, വിശുദ്ധ ഖുർആന്റെ ഇജാസിന്റെ തെളിവാണ്. അബൂലഹബും പത്നിയും നേരാവില്ല എന്ന് ഖുർആൻ പ്രവചിച്ചതിന് ശേഷവും അബൂലഹബുണ്ട് ഭൂമിയിൽ, അബൂലഹബിന്റെ പത്നിയുമുണ്ട് ഭൂമിയിൽ. അബൂലഹബും പത്നിയും വീട്ടിൽ നിന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നുവെന്നിരിക്കട്ടെ, നമ്മൾ നന്നാവില്ല എന്നാണ് മുഹമ്മദിന്റെ ഖുർആനിലുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ ചെന്നുകൊണ്ട് മുഹമ്മദിനോട് പറയാം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തബ്ബത് യദാ അബീ ലഹബ് എന്ന അധ്യായം എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും പ്രവാചകൻ? സൂറത്തുൽ മസദ് എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? സഹാബികൾ ചോദിക്കില്ലേ, നബിയെ ഇതെന്ത് വർത്താന? ഇന്നലെ നിങ്ങൾ പറഞ്ഞു അബൂലഹബ് നന്നാവാൻ പോകുന്നില്ല, പത്നി നരകാവകാശിയാണെന്ന് പറഞ്ഞു. പക്ഷേ പ്രത്യക്ഷത്തിലെങ്കിലും ഇതാ ഇവര് പറയുന്നു, അവർ
വിശ്വാസികളാണെന്ന് എത്രയെത്രയോ വചനങ്ങൾ. വലീദ് ബിൻ മുഗീറയെ സംബന്ധിച്ച് ഹമ്മാസാണ്, നമ്മാമാണ്, അദ്ദേഹം സനീമാണ്, അദ്ദേഹം ഒരുവിധം ഖുർആൻ 9 ഒരുപക്ഷെ തെറിവാക്കുകൾ എന്ന് പറയാൻ പറ്റുന്ന പ്രയോഗം നടത്തി വലീദിനെ ശപിച്ചു. ഖുർആനിൽ ശാപമില്ലേ? അതിന് കാരണമുണ്ട്. പ്രവാചകന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തി കവിയാണ്, ഭ്രാന്തനാണ്, സാഹിറാണെന്ന് പറഞ്ഞപ്പോ ഫിർഔനെ കുറിച്ച് പോലും ഇന്നഹു തഗ എന്ന ഒറ്റ വാക്കിൽ ഒതുക്കിയ അള്ളാഹു നബിയെ നിന്ദിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ 9 തെറി പറഞ്ഞു വലീദിനെ. ആ വലീദിനെ ശപിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നബി എന്തിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? നല്ല ഒരു മനുഷ്യനായി ജീവിക്കൂ എന്ന് ആളുകളോട് പറയാനേ അല്ലല്ലോ. നിങ്ങൾ നല്ല ക്രിസ്ത്യാനിയായി തുടരൂ, നസാറയായി തുടരൂ. നിങ്ങൾ നല്ല യഹൂദനായി തുടരൂ. നിങ്ങൾ നല്ല നിരീശ്വരവാദിയായി ദഹരിയായി തുടരൂ. ഞങ്ങൾ നല്ല മുസ്ലിമായി മക്കയിൽ മുസ്ലിമായും തുടരാം. അങ്ങനെ ഒരു മാഗ്നാകാഠയായിരുന്നു പ്രവാചകൻ മുന്നോട്ട് വെച്ചതെങ്കിൽ നബി ആഘോഷിക്കപ്പെടില്ലേ മക്കയിൽ? അനുമോദിക്കപ്പെടില്ലേ മദീനയിൽ? ആർക്കെന്ത് പരാതി ഉണ്ടാകും? അതല്ല നബി പറഞ്ഞത്. തൗറാത്തിനെ നിങ്ങൾ മാറ്റി, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇഞ്ചീലിനെ നിങ്ങൾ മാറ്റി, നിങ്ങൾ ഇങ്ങോട്ട് വാ. ശിർക്ക് തെറ്റ, ഇങ്ങോട്ട് വാ. ഈ പ്രപഞ്ചത്തിന്, ഈ പ്രാപഞ്ചിക പ്രാതിഭാസികതയുടെ പിറകിൽ ഏകനായ അഹദായ ഫർദായ ഒരു അല്ലാഹുണ്ട്, ഇങ്ങോട്ട് വാ. അത് പറയാനല്ലേ നബി വന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് നബി ഒരു മതേതര പ്രവാചകനാണ് എന്ന് കാണിക്കേണ്ടത് എന്തിന്റെ കേടാ? അതിന്റെ കൺക്ലൂഷനാണ് ഇവിടെ ഉണ്ടായത്. നമ്മൾ ആരും പറയുന്നില്ല മഹാത്മാഗാന്ധി നരകത്തിലോ സ്വർഗത്തിലോ. അത് പറയാൻ നമുക്ക് തക്ലീഫുണ്ടോ? ആരാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്? ആരൊക്കെയാണ് സ്വർഗത്തിൽ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ആളുകളെ കുറിച്ച് നമുക്ക് പറയാം. ആരൊക്കെയാണ് നരകത്തിൽ എന്ന് ഖുർആനോ ഹദീസോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ഥിരപ്പെട്ട പ്രമാണം കൊണ്ട് അങ്ങനെ സ്ഥാപിതമായവരുണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയാം നരകത്തിലാണെന്ന്. ബാക്കി കുഫാർ നരകത്തിലാണ്, അവിശ്വാസികൾ നരകത്തിലാണ്, മോമിനീങ്ങൾ സ്വർഗത്തിലുമാണ്. എങ്ങനെയാണ് മരണം എന്നുള്ളത് അള്ളാഹുവിനെ അറിയുന്ന യാഥാർത്ഥ്യമാണ്. ആരാണ് ഇയാളെ ഏൽപ്പിച്ചത്? ബാബ ആംഥയില്ലാത്ത സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ല. കാൾ മാക്സ് ഇല്ലാത്ത സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഗാന്ധിജി ഇല്ലാത്ത സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഒരു ട്രോള് കണ്ടു, വേറെ കുറെ ആളുകൾ ക്യൂ ആണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ടിക്കറ്റിന്. വല്ലാതാവുകയും വേണ്ട, ഇല്ലാതാവുകയും വേണ്ട. നമ്മുടെ അഖീദ എന്താ? ശംസുൽ ഉലമ പറയാറുണ്ട്, ഇവരൊക്കെ മലത്തിലെ കൃമി നോക്കിയാൽ മതി, മതത്തിന്റെ പ്രമാണം നോക്കാൻ ഞങ്ങളുണ്ട് എന്ന്. ഇവിടെ MES പറഞ്ഞില്ലേ, നിങ്ങൾ ശരീരത്തിന്റെ രോഗം നോക്കൂ, ശരീരത്തിന്റെ രോഗം നോക്കാൻ ഞങ്ങൾ സമസ്തയുണ്ട് എന്ന് പറഞ്ഞതാണ് അവരോട് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ദീൻ പറയേണ്ടത് ദീനിന്റെ ആളുകളാ. അതിന്റെ ഒരു കൃത്യമായ ഋജുവായ ഒരു ഫ്രെയിമാണ് മഹാനവറുകൾ ഇവിടെ ഉണ്ടാക്കി തന്നത്. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുമ്പോൾ ഒരുപാട് സമയം പോകും. 1:30 മണിയായി. ദീർഘിച്ചു പോയെങ്കിൽ ഉസ്താദുമാരോട് അഫ്വൻ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഒരു 19 ദിവസം മുമ്പ് എൻ്റെ ഉപ്പയും വഫാത്തായി പോയി. ശംസുൽ ഉലമയുടെ ശിഷ്യനായിരുന്നു. ഉപ്പാക്ക് വേണ്ടിയും ദുആ ചെയ്യണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.